കേരള രാഷ്ട്രീയത്തിലെ പരമ്പരാഗതമായ ഇരു മുന്നണികളുടെ സമവാക്യങ്ങളെ പാടെ തകർത്തെറിയാൻ ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ ഒരു കർമ്മ പദ്ധതിയുമായി ബി.ജെ.പി. സജ്ജമാകും. ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ഇടത് മുന്നണിയെയും തിരിച്ചുവരവിനായി പോരാടുന്ന യു.ഡി.എഫിനെയും ഒരുപോലെ ഞെട്ടിക്കുന്ന മിഷൻ 13 എന്ന മാസ്റ്റർ പ്ലാനാണ് കൊച്ചിയിൽ നടന്ന ഭാരവാഹി യോഗത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ അവതരിപ്പിച്ചത്. കേരളത്തിൽ കേവലം ഒരു വോട്ട് ഷെയർ വർധനവിനപ്പുറം നിയമസഭയ്ക്കുള്ളിൽ നിർണായക ശക്തിയായി മാറാനുള്ള ബി.ജെ.പിയുടെ ഈ നീക്കം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഒരു യഥാർത്ഥ ത്രികോണ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നത് മുൻകാലങ്ങളിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നില്ല. കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും പാർട്ടി അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഈ വോട്ടുകൾ നിയമസഭാ സീറ്റുകളായി മാറുന്നില്ല എന്നതായിരുന്നു പാർട്ടിയുടെ പ്രധാന പരിമിതി. ഇതിന് പരിഹാരമായാണ് മിഷൻ 30 വിഭാവനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് നില പരിശോധിച്ചാൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ബി.ജെ.പി. അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇതിൽ 30% വോട്ട് ലഭിച്ച 30 നിയമസഭാ മണ്ഡലങ്ങളെയാണ് ഇത്തവണ പാർട്ടി എ ഗ്രേഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന പഴയ ശൈലി മാറ്റി വോട്ടുകളെ സീറ്റുകളാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രം ഊർജം കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിന്റെ തന്ത്രം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കേരളത്തിൽ ഒരു ഭരണം പിടിക്കാനായില്ലെങ്കിലും നിയമസഭയിൽ ഒരു നിർണായക ശക്തിയാകുന്നത് ദേശീയ തലത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രം കരുതുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 4 മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളും കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. ഈ മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും നേരിട്ട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളും ഗ്രൂപ്പിസവും തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കരുതെന്ന് നിതിൻ നവീൻ കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നീങ്ങാത്ത നേതാക്കൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി. സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പുറത്തിറക്കി പ്രചാരണത്തിന് മുൻതൂക്കം നേടാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. എതിരാളികൾ സീറ്റ് വിഭജന ചർച്ചകളിൽ മുഴുകുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മണ്ഡലത്തിൽ സജീവമാകാനാണ് തീരുമാനം. രാഷ്ട്രീയത്തിനപ്പുറം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സ്വാധീനമുള്ള പ്രമുഖരെയും പരിചയസമ്പന്നരായ നേതാക്കളെയും സ്ഥാനാർത്ഥികളാക്കും. സാംസ്കാരിക നായകർ, മുൻ ഉദ്യോഗസ്ഥർ, ജനകീയരായ പ്രാദേശിക നേതാക്കൾ എന്നിവർക്ക് മുൻഗണന നൽകും. യുവാക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പുതിയ മുഖങ്ങളെയും ബി.ജെ.പി. പരീക്ഷിച്ചേക്കും. ഡിജിറ്റൽ യുഗത്തിൽ വോട്ടർമാരുമായി സംവാദിക്കാൻ കഴിയുന്ന ടെക്നോക്രാറ്റുകളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കാം. ബി.ജെ.പി. ഇത്തവണ രാഷ്ട്രീയവും വൈകാരികവുമായ വിഷയങ്ങളെ ഒരുപോലെ ആയുധമാക്കും. കേരളത്തിലെ സവിശേഷമായ സാമൂഹിക സാഹചര്യം കണക്കിലെടുത്താണ് പ്രചാരണ അജണ്ടകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങളും വിവാദങ്ങളും സജീവമായി നിലനിർത്താൻ ബി.ജെ.പി. ലക്ഷ്യമിടുന്നു. ഇതിലൂടെ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിലുള്ള വോട്ടുകൾ ഏകീകരിക്കാൻ സാധിക്കുമെന്ന് പാർട്ടി കരുതുന്നു. എൽ.ഡി.എഫും യു.ഡി.എഫും ഒരുപോലെ വിശ്വാസികളെ വഞ്ചിക്കുന്നു എന്ന സന്ദേശമാകും ഇതിലൂടെ നൽകുക. കേരളത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചത് ഇരു മുന്നണികളുടെയും ഭരണമാണെന്ന് പാർട്ടി ആരോപിക്കുന്നു. ന്യൂനപക്ഷ പ്രീണനത്തിനു വേണ്ടി ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കുന്നുവെന്ന വിഷയവും ബി.ജെ.പി. സജീവമായി ഉയർത്തും. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ, റോഡ്, റെയിൽവേ വികസനം എന്നിവ കേരളത്തിലെ ഓരോ വീട്ടിലും എത്തിക്കാനാണ് നിർദ്ദേശം. കൊച്ചിയിൽ നടന്ന യോഗത്തിൽ ഘടകകക്ഷി നേതാക്കളായ തുഷാർ വെള്ളാപ്പള്ളിയും സാബു ജേക്കബും പങ്കെടുത്തത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ബി.ഡി.ജെ.എസ് വഴിയുള്ള ഈഴവ വോട്ട് ഏകീകരണം ബി.ജെ.പിക്ക് പല മണ്ഡലങ്ങളിലും കരുത്താകും. സമുദായ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം സഹായിക്കും. സാബു ജേക്കബിന്റെ 2020 പാർട്ടിക്ക് എറണാകുളം ജില്ലയിൽ മണ്ഡലങ്ങളിലുള്ള സ്വാധീനം വോട്ടുകൾ മറിക്കാൻ സഹായിക്കും. രാഷ്ട്രീയത്തിന് അതീതമായി വികസനം ആഗ്രഹിക്കുന്ന വോട്ടർമാരെ എൻ.ഡി.എയിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കുന്നു. എങ്ങോട്ട് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത 10% വരുന്ന നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ എൻ.ഡി.എയുടെ ഈ പുതിയ രൂപത്തിന് കഴിയുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അടുത്ത 3 മാസങ്ങൾ ഓരോ ബി.ജെ.പി. പ്രവർത്തകനും നിർണായകമാണ്. ഇതിനായി ചിട്ടയായ ഒരു കലണ്ടർ തന്നെ പാർട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ബൂത്തിലും നിശ്ചിത എണ്ണം വോട്ടുകൾ ഉറപ്പിക്കാൻ പ്രഭാരിമാർ കൃത്യമായി ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. പന്ന ബൂത്തുകളെ ശക്തിപ്പെടുത്താൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കും. സോഷ്യൽ മീഡിയ പ്രചാരണത്തോടൊപ്പം തന്നെ ഓരോ വോട്ടറെയും നേരിട്ട് കാണുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകും. ഓരോ വീട്ടിലും കേന്ദ്ര സർക്കാരിന്റെ എത്ര പദ്ധതികൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അവരോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. കേരളത്തിൽ ഒരു പുത്തൻ ഊർജ്ജത്തോടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എൽ.ഡി.എഫിന്റെ ഭരണപരമായ വീഴ്ചകളും യു.ഡി.എഫിന്റെ നേതൃത്വ പ്രതിസന്ധിയും മുതലെടുത്ത് കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ശബരിമല പോലുള്ള വൈകാരിക വിഷയങ്ങളും വികസന അജണ്ടയും ഒരുമിച്ച് ചേർത്തുള്ള ഈ നീക്കം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന നിയമസഭയുടെ നിറം. ബി.ജെ.പിയുടെ ഈ പുതിയ നീക്കം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ കേരളം ഇതുവരെ കാണാത്തത്ര കടുപ്പമേറിയ ഒന്നാക്കി മാറ്റുമെന്നതിലും സംശയമില്ല. 30 മണ്ഡലങ്ങളിൽ വിജയിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനായാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമായിരിക്കും അത്.